ഇനി സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്കാണ്. വിനോദ്, നമുക്കറിയാം ഈ സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ തന്നെ വർണ്ണാഭമായ ചില കാഴ്ചകൾ, അതിനൊപ്പം ചില വഴക്കുകൾ, പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്ന ഒരു വേദി കൂടിയാണ്. സ്കൂൾ കലോത്സവത്തിൽ അപ്പീൽ ഫീസ് ഇനത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് ചാകരക്കാലം. മത്സരാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനുള്ള നീക്കത്തിൽ കീശയിലെത്തിയത് കോടിക്കണക്കിന് രൂപ. ഉയർന്ന അപ്പീൽ തുക കെട്ടിവെക്കാനാകാതെ വിദ്യാർത്ഥികൾ. അതേസമയം പരാതികളിൽ 15% മാത്രം പരിഗണിച്ചാൽ മതിയെന്നും അലിഖിത നിയമം. ശാലിനി തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, നമുക്കറിയാം എല്ലാ കുട്ടികളുടെയും ആഗ്രഹം തന്നെയല്ലേ, കാരണം ഇത്തരത്തിലൊരു വേദിയിലേക്ക് എത്തുക, അവരുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളത്. പക്ഷേ ഈ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനായി ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് വളരെ ഭീമമായ അപ്പീൽ ഫീസ് വിദ്യാഭ്യാസ വകുപ്പിന് കെട്ടിവെക്കണമെന്നുള്ള ഈ ഒരു നിയമം, ഇത് കൊണ്ടെത്തിക്കുന്നത് ചില വിദ്യാർത്ഥികളിലെങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാനും മറ്റുള്ള പ്രശ്നങ്ങളിലേക്കും നയിക്കുകയല്ലേ? ദേവിക, തീർച്ചയായും സംസ്ഥാന സ്കൂൾ കലോത്സവം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. 4-ാം തീയതി തിരുവനന്തപുരത്താണ് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയുയരാൻ പോകുന്നത്. അതിന്റെ നടപടികൾ പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇക്കഴിഞ്ഞ റവന്യൂ ജില്ലാ കലോത്സവങ്ങളുടെ ഒക്കെ തന്നെ അപ്പീലുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. പക്ഷേ മുൻപ് കാലങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വരുമാനം അപ്പീലിലൂടെ മാത്രം സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീശയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിൽ വിദ്യാർത്ഥികളുടെ എണ്ണം, മത്സരാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഭീമമായ തുക അപ്പീൽ ഇനത്തിൽ വാങ്ങുന്നത് എന്നുള്ളൊരു ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന പല കുട്ടികളെയും അംഗീകരിക്കാതെ, കാര്യമായ രീതിയിലുള്ള പെർഫോമൻസുകൾ കാഴ്ചവെക്കാത്ത കുട്ടികൾക്ക് മത്സരത്തിൽ വിജയം കൈവരിക്കാനാകുന്നു, അല്ലെങ്കിൽ അവർക്ക് പോയിന്റുകൾ കൂട്ടി നൽകുന്നു എന്നുള്ള വിമർശനങ്ങൾ എക്കാലത്തും ഉയരാറുണ്ട്. ഇത്തവണയും അത്തരത്തിൽ പല ജില്ലകളിൽ നിന്നും റിപ്പോർട്ടുകൾ ഉയരുകയും അത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് ഇടവെക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഭീമമായ തുകയാണ് ഒരു ഡാൻസ് പരിപാടിക്കൊക്കെ, അല്ലെങ്കിൽ ഭരതനാട്യം അങ്ങനെയുള്ള നൃത്ത പരിപാടികൾക്ക് വേണ്ടി വരുന്നത്. അതിന്റെ കൂടെ കഴിവ് തെളിയിക്കുന്ന വേദിയിലേക്ക് എത്തുമ്പോഴും അതിനെ കഴിവിനെ അംഗീകരിക്കാത്ത ജഡ്ജസ്മാരുടെ മുൻപിലേക്ക് വീണ്ടും അപ്പീലുമായി പോകുന്ന സാഹചര്യം കൂടി ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഭീമമായ തുക പലരെയും പിന്നോട്ട് വലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനുള്ള ഒരു നീക്കം, അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം തന്നെയാണ് ഈ ഉയർന്ന ഫീസിനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഉയർന്ന തുക കെട്ടിവെക്കുന്നതോടൊപ്പം തന്നെ ഈ 15% താഴെ പരാതികൾ മാത്രം പരിഗണിച്ചാൽ മതി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് 10,000-കണക്കിന് പരാതികളാണ് റവന്യൂ കലോത്സവ കാലഘട്ടത്തിലും ഒപ്പം തന്നെ ജില്ലാ കലോത്സവങ്ങൾ നടക്കുന്ന സമയങ്ങളിലും വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഈ ഗ്ലാമർ പോരാട്ടങ്ങളായ നൃത്ത രൂപങ്ങൾക്കാണ്. നാടോടി നൃത്തം, ഭരതനാട്യം ഉൾപ്പെടെ, ഒപ്പന, തിരുവാതിര ഉൾപ്പെടെയുള്ള മത്സരങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അപ്പീലുകൾ എത്തിയിട്ടുള്ളത്. ആ അപ്പീലുകളൊക്കെ തന്നെ പരിഗണിക്കുന്നത് 15% താഴെ മതിയെന്നാണ്. അപ്പോൾ തന്നെ പണം മാത്രം അക്കൗണ്ടിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഖജനാവിലേക്ക് എത്തുക, കുട്ടികളുടെ കഴിവുകൾ അംഗീകരിക്കുന്നതിൽ വിമുഖത കാട്ടുക എന്നുള്ളതാണ് നമുക്ക് ആ ഒരു അലിഖിത നിയമത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കലോത്സവം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം നിലനിൽക്കെ, അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും വളരെയധികം ശക്തമാവുകയും ചെയ്യുകയാണ്. എന്തായാലും മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഖജനാവിലേക്ക് കോടികളാണ് ഇത്തവണത്തെ കലോത്സവ കാലഘട്ടത്തിൽ എത്തിയിട്ടുള്ളത്. അതിൽ ഏറിയ പരാതികളും അല്ലെങ്കിൽ അപ്പീലുകളും പരിഗണിക്കാതെയാണ് നിലവിൽ ജഡ്ജസ് നൽകിയിട്ടുള്ള അംഗീകാരം നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് ഇപ്പോൾ സംസ്ഥാന കലോത്സവ വേദിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും സംസ്ഥാന കലോത്സവത്തിലും ഈ അപ്പീൽ വിവാദം ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. അപ്പീൽ വിവാദത്തിൽ സംസ്ഥാന കലോത്സവം വലിയ രീതിയിൽ ചർച്ചയാകുമെന്നുള്ളതിലും നമുക്ക് തർക്കമില്ല. ദേവിക. ശരി ശാലിനി.